എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഈ ബഡ് മാവ് അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു മാവുകളൊക്കെ മാങ്ങ തരാറുണ്ടോയെന്ന്. പലപ്പോഴും വാങ്ങി വെച്ചിട്ട് ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ പൂ പിടിച്ചിട്ട് പൂ നിന്ന് കരിഞ്ഞു പോകാറുണ്ടെന്നൊക്കെ. അപ്പം ഞാനിത് നട്ടിരിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് കരിയിലയും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയായിട്ടാണ് നട്ടിരിക്കുന്നത്. നല്ല വെയിലുള്ളിടത്താണ് പോട്ടിൽ നട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുഞ്ഞു പൂക്കൾ വന്ന് തുടങ്ങിയപ്പോൾ മുതലുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് മൊട്ടിട്ട് തുടങ്ങി പൂ വിരിയുന്നതേ ഉള്ളൂ. ഇത് കുഞ്ഞു മാങ്ങകൾ കായ്ച്ചു തുടങ്ങിയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണാം, ഇതിൽ എത്ര പേര് ഇങ്ങനെ മാങ്ങയായി കിട്ടും എന്നൊരു പിടിയില്ല. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാങ്ങയെങ്കിലും കായ്ച്ചു കിട്ടണം എന്നാണ് ആഗ്രഹം. കാരണം വളരെ കുഞ്ഞ് പ്ലാന്റാണ് കേട്ടോ, സൈസിൽ വളരെ കുഞ്ഞാണ്. അപ്പോൾ ഫൈനലി നമുക്ക് 2 മാങ്ങ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മാങ്ങാണ്ടി എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളതാണ്. ഇത് ഓൾ സീസൺ മാംഗോ ട്രീ ആണ്. അതുപോലെ ബാംഗ്ലൂർ മാംഗോ എന്ന് അങ്ങനെ ഇതൊക്കെ പേരുണ്ട് ഇതിന്. നല്ല മധുരമുള്ള ഇനമാണ്. അത് കണ്ടോ, എൻ്റെ കൈമുട്ടിൻ്റെ അത്ര പോലും നീളമില്ലാത്ത തൈയാണ്, അത്ര പോലും ഉയരമില്ല. എന്നിട്ടുകൂടി മാങ്ങ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാങ്ങ പിടിക്കില്ല, കള്ളത്തിനാണെന്ന് പറയുന്നവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്താണ് കേട്ടോ. ഇത് സ്റ്റാർട്ടിങ്ങിലാണ് ഇങ്ങനെ മാങ്ങ. ഇനി വലുതാവും തോറും നിറയെ മാങ്ങകളൊക്കെ കായ്ച്ചു തുടങ്ങും. അപ്പോൾ മാങ്ങ പഴുത്തിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇടാവേ. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജീവികൾ വരും. ഇത് ചിലതുപോലെ പറ്റി പിടിച്ചാണ് ഇരിക്കുന്നത്, ഫംഗസ് പോലെ ഇരിക്കും. നമ്മൾ ഇതുങ്ങളെ കാര്യമാക്കാതെ വിട്ടാൽ ശരിയാവില്ല. ഇത് മാവിനെ മൊത്തം ഇല്ലാതാക്കി കളയും. പുതുതായിട്ട് വരുന്ന പൂക്കളെയൊക്കെ ആക്രമിച്ച് മാവ് മുരടിച്ചു പോവും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാമ്പുവോ സോപ്പോ നല്ലപോലെ പതച്ചിട്ട് ആ ജീവികളുടെ പുറത്തേക്ക് ആ പത ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് ഞാൻ എപ്പോഴും കാണിക്കാറില്ല. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള പേരമരമാണ്. ഇപ്രാവശ്യവും പേരക്കകളൊക്കെ കായ്ച്ചിട്ടുണ്ട്. വായി വെച്ച് തിന്നാൻ കൊള്ളാമോ എന്നറിയില്ല.